അലർജിയുള്ള ആളുകൾ ഡെയിലി എത്ര വെള്ളം കുടിക്കണം? വെള്ളം കുടിക്കുന്നതിലൂടെ തന്നെ നമുക്ക് അലർജി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, നമ്മുടെ ശരീരത്തിൽ വെള്ളം നല്ല രീതിയിൽ കുറവാണെങ്കിൽ അവിടെ ഹിസ്റ്റമിൻ എന്ന കെമിക്കൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഈ ഹിസ്റ്റമിൻ നന്നായിട്ട് കൂടുന്നതിലൂടെ അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നന്നായി കൂടുന്നു. അലർജിയുടെ ഭാഗമായിട്ട് നന്നായിട്ട് കഫം ഉണ്ടാവുന്നുണ്ട്. ഈ കഫം നേർത്തു പോകാൻ നന്നായി വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ, പ്രത്യേകിച്ച് അലർജൻസ് ഒക്കെ മൂത്രത്തിലൂടെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെള്ളം കൂടി സഹായിക്കുന്നുണ്ട്. തൊലിപ്പുറത്ത് അലർജിയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആയ ആളുകൾക്കും വെള്ളം കുടിക്കുന്നതിലൂടെ നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ചൂടുള്ള കാലാവസ്ഥയിലും കൂടുതൽ വ്യായാമം ചെയ്യുന്ന സമയങ്ങളിലും കൂടുതലായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചായ, കോഫി എന്നിവ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചില ആളുകൾ നന്നായി വെള്ളം കുടിച്ചു കഴിഞ്ഞാലും നന്നായി വേർത്തു പോകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ കൂടുതലായിട്ട് അവർക്ക് വെള്ളം അത്യാവശ്യമാണ്. ഡെയിലി ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം നിങ്ങൾ എന്തായാലും കുടിച്ചിരിക്കണം. വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് അലർജി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിലും ഇത് മാത്രം ചെയ്തതുകൊണ്ട് നമുക്ക് അലർജി കൺട്രോൾ ആവില്ല. പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ നന്നായി വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് അലർജി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്.